നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മന്ത്രിമാറ്റ ചർച്ചയ്ക്ക് നടുവിലാണ് NCP. തർക്കം പരിഹരിക്കാനാവാതെ നീങ്ങുകയും ചെയ്യുകയാണ്. തർക്കം പാർട്ടിയെ പിളർത്തിയേക്കുമെന്ന് വരെ സൂചനകൾ പുറത്തു. അത്രത്തോളം രൂക്ഷമാണ് കാര്യങ്ങൾ. ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ PC ചാക്കോ പക്ഷം നടത്തിയ അവസാന ശ്രമവും അനിശ്ചിതത്വത്തിലായി. മന്ത്രിസഭയിൽ NCP പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ലെന്ന നിലപാടിലാണ് AK ശശീന്ദ്രൻ നിൽക്കുന്നത്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പകരം മന്ത്രിയെ തരുന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ള നിലപാടിലാണ് CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും നിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ ആ നിലപാടിൽ ചേർന്നുകൊണ്ട് AK ശശീന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്നും LDF കൺവീനറുടെ പ്രതികരണം വന്നു. മന്ത്രിമാറ്റ ചർച്ചകൾ നടക്കേണ്ടത് ദേശീയ തലത്തിലല്ല, ഇടതുമുന്നണിയിലാണ് നടക്കേണ്ടതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. സാധാരണഗതിയിൽ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ ഘടകകക്ഷിയിൽ നിന്ന് ആര് മന്ത്രിയാവണം എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടിയാണ്. അതാണ് പൊതുമുന്നണി രീതി. പക്ഷേ അത് മാറിക്കൊണ്ട് CPM തന്നെ നിശ്ചയിക്കുകയാണോ NCP മന്ത്രി ആരെന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോട്ടയത്ത് നിന്നും തങ്കച്ചനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് NCPയുടെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമൊക്കെ അറിയാമായിരിക്കും. കഴിഞ്ഞ കുറെ കാലമായി ഈ തർക്കം തുടങ്ങിയിട്ട് ആകെ 2 MLA-മാരുണ്ട്. 2 MLA-മാരും തമ്മിലാണ് തർക്കം. അതിൽ ഒരു പക്ഷം പിടിച്ചു നിൽക്കുകയാണ് CPM-ഉം. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എന്റെ അഭിപ്രായം പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, അതായത് ഇടതുപക്ഷം മുന്നണിക്കും മുഖ്യമന്ത്രിക്കും അവസാന ഭാരം നേരത്തെ മന്ത്രിസ്ഥാനം കൊള്ളുന്ന രീതി ആണിപ്പോ വന്നിരിക്കുന്നത്. അതിനുപരിയായിട്ട് കൊല്ലം ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടില്ലേ, മന്ത്രിമാരെല്ലാം പരാജയമാണ്. അതിനുപരിയായിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ പരിപാടി തൊട്ട് കണ്ടുകൊണ്ടിപ്പോഴാണ് ഈ വിഷയം കാണുന്നത്. വനംവകുപ്പ് മന്ത്രി ഭയങ്കര പരാജയം നമ്മുടെ നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടില്ലേ. ഇതുപോലെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മന്ത്രി ഒരു ഗുണമില്ലാത്ത മന്ത്രിയാണെന്ന് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും പ്രതികരിക്കാത്തൊരു മന്ത്രിയാണ് ഈ മന്ത്രിയെ മാറ്റണമെന്ന് തന്നെ അഭിപ്രായക്കാണ്. പിന്നെ തോമസ് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനും CPM-നും അവസാന ബാധ്യത. അവർക്കെന്നത് അവരുടെ നിലപാടിലേക്ക് പോകും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സതീഷ് കൂടി ചേരുന്നുണ്ട് കുട്ടനാട് നിന്നും. കുട്ടനാടുകാർക്ക് സജീവ്. ശ്രീ സജീവ്, താങ്കൾ എങ്ങനെയാണ്? താങ്കൾ ഈ കുട്ടനാട് മണ്ഡലത്തിൽ തന്നെ പെടുന്ന ആളാണോ? അല്ല, ശരി, ഓക്കെ. എന്നാലും താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ NCPയിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൂടുതൽ അറിയാമായിരിക്കും ആ നാട്ടുകാരൻ എന്ന നിലയ്ക്ക്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശശീന്ദ്രന്റെ പണ്ടേ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുണ്ടല്ലോ, വനം ആകെ കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല ശശീന്ദ്രൻ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സാധാരണഗതിയിൽ ഘടകകക്ഷിയുടെ മന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം മന്ത്രി അവർക്ക് നൽകുക. ആരാണ് മന്ത്രി ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഘടകകക്ഷികളാണ്. പക്ഷേ NCP കുറെ കാലമായി ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല. ശശീന്ദ്രനെ മാറ്റിയാൽ മന്ത്രിസ്ഥാനം തന്നെ കിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെയുള്ള സൂചനകൾ വരുന്നു. പ്രകാശ് കാരാട്ടിനെ തന്നെ ജനറൽ സെക്രട്ടറി, അല്ലെങ്കിലും ജനറൽ സെക്രട്ടറി കോർഡിനേറ്റർ പദവിയുള്ള ആൾ, ജനറൽ സെക്രട്ടറി പദവിയിൽ നിൽക്കുന്ന പ്രകാശ് കാരാട്ടിനെ തന്നെ നേരിട്ട് കണ്ടിട്ട് പോലും കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ വരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഇവിടെ പിണറായി വിജയനാണ് ഇതിന്റെ എല്ലാം ആളെന്ന്. കാരണം AK ശശീന്ദ്രനെ ഈ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് പിണറായി വിജയൻ എന്ത് കിട്ടാനാണ്? കാരണം ഒരു പാർട്ടി, ഒരു LDF-ലുള്ള ഒരു ഘടകകക്ഷി അവരുടെ മന്ത്രിസ്ഥാനം ആര് മന്ത്രിയാവണമെന്ന് നിർദ്ദേശിക്കേണ്ടത് ആ പാർട്ടിയാണ്. അപ്പൊ ഈ AK ശശീന്ദ്രനെ ഇങ്ങനെ താങ്ങുന്നത്, ഇതിനെക്കാട്ടിലും തെറ്റുകൾ ചെയ്ത ആളാണ് ഈ AK ശശീന്ദ്രൻ. പിന്നെ വന്നത് ഭരണം, ഈ AK ശശീന്ദ്രന്റെ കീഴിലുള്ള ഭരണം തീരെ ഒരു നല്ലൊരു ഭരണമായിട്ട് ഒരാളും ഈ നിലവിൽ കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വനം വകുപ്പിന്റെ ഇതിൽ നടക്കുന്ന ഈ ആനയുടെ പ്രശ്നങ്ങളും മൃഗങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അറിയാം. മന്ത്രി നിയന്ത്രിക്കുന്ന അനുസരിച്ച് ഉദ്യോഗസ്ഥർ വരുന്നില്ല. ആ അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പം തോമസ് കെ തോമസിന്റെ ഒരിത് വന്നതെന്ന് വെച്ചാൽ 2 MLA-മാരെ കൂറുമാറ്റാൻ ആന്റണി രാജു പറഞ്ഞത്. ആന്റണി രാജു ആരാണ്? കോടതിയിൽ നിന്ന് നിക്കറടിച്ച് മാറ്റി കേസ് നടത്താൻ വേണ്ടി നിന്ന ഒരാളാണ് ആന്റണി രാജു. എന്നിട്ട് അയാൾ പിന്നെ ഇവിടെ തെളിവ് കൊടുക്കാൻ പറഞ്ഞിട്ട് ആന്റണി രാജു തെളിവ് കൊടുത്തോ? ഇല്ലല്ലോ. തോമസ് കെ തോമസിനെ ഈ സപ്പോർട്ട് ചെയ്യാതെ പിണറായി വിജയൻ CPM-ന്റെ കാര്യം നോക്കിയാൽ പോരെ? ഇല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിയാൽ മതി. പിണറായി വിജയൻ LDF-ൽ ഒരു ചർച്ച നടത്തുന്നുണ്ടോ? LDF-ൽ
പിന്നെ പിണറായി വിജയൻ പറയുന്നതേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള ഏതെങ്കിലും ഘടകകക്ഷികൾ ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനിയൻകുട്ടൻ കൂടി ചേർന്നു പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിനുള്ളിലെ ഈ തർക്കത്തെ, ഈ അനിശ്ചിതത്വത്തെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. പേരെന്തായിരുന്നു? ഓർക്കുന്നില്ല. എൻ്റെ പേര് കിരൺ ബാബു. കിരൺ ബാബു സാറേ. സാറേ ഞാൻ പറയാനുണ്ട്. ഞാൻ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് പറയാം. ഒത്തിരി സമയമൊന്നും വേണം. പറഞ്ഞോളൂ. നമുക്ക് ഈ ഒരു വിഷയം എടുക്കുന്നതിനൊക്കെ വലിയ വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇപ്പം നിങ്ങളെ ഈ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. മുമ്പേ ഇപ്പം ഇതിനു മുമ്പേ ആന ഇന്നലെ ചെറുപ്പക്കാരനെ കൊന്ന് അവിടെ നാട്ടുകാരെല്ലാം കൂടി ഇതേപ്പറ്റിയൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടാൽ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയത്. നമുക്കിവിടെ ഇന്ന് ഇതെടുക്കുന്നതിന് ഭേദം നമ്മൾ എടുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പറഞ്ഞോളൂ, ഏതായാലും താങ്കളുടെ നിർദ്ദേശം പറഞ്ഞോളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ ആ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കാം. ആഭ്യന്തര വകുപ്പ്, പിന്നെ ആരോഗ്യ വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്. അല്ല, ഇന്നിപ്പോൾ ഉണ്ടായ ഒരു വിഷയം എന്താണ്? ഇന്നിപ്പോൾ നമ്മൾ എടുക്കണം. ഇത് നിങ്ങൾ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇത് കൊണ്ടുവരണം. ജനങ്ങൾ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതും കഷ്ടപ്പെടുന്നതാണ്. ഇതും നമുക്ക് ജനങ്ങൾ അറിയേണ്ട കാര്യം. ഇതും അങ്ങനെയുള്ള ഒത്തിരി കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഇതെല്ലാം നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള കാര്യമാണ്. ജനങ്ങൾ അതുപോലെ കഷ്ടപ്പെടാം എന്ന് പറയുന്നത് ഇപ്പം അത്രയും നിങ്ങൾ എടുക്കും. പിന്നെ ഇപ്പം ഇതിനെ പറ്റി പറയാനുള്ളത്, സാറെ കാട്ടി കിടക്കുന്ന പോത്തിനെ കൊണ്ട് കരയിൽ ഇവിടെ നമ്മുടെ നാട്ടോട്ട് കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാ? ഏത് മന്ത്രിയെ മാറ്റി എന്താ ചെയ്യാനാ? എല്ലാം ഇത് തന്നെ. ഇതിനകത്ത് ഒന്നും ജനങ്ങൾക്ക് ഒരു കാര്യവും കിട്ടാനും പോകുന്നില്ല. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, നമസ്കാരമുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാകുമ്പോൾ ആ പാർട്ടിന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് അവർ നിർദ്ദേശിക്കുന്ന ആളെ മന്ത്രിയാക്കുന്നുള്ളത്. മന്ത്രിയെ പിൻവലിക്കാൻ പോലെ പിൻവലിക്കുക, അടുത്തയാളെ ആക്കുക. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാല് ഈ ശശീന്ദ്രൻ പറഞ്ഞാല് പിണറായി വിജയന്റെ ഒരു ആശയുള്ള വയസ്സല്ല. പിണറായി വിജയൻ എന്ത് പറയുന്നു അതിനൊക്കെ ഏസ് കൂടിയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ കാര്യം ഉരുളും. അതുകൊണ്ട് പുള്ളിനെ മാറ്റാറാണ്. ഇയാളെന്നൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കടിച്ചു തൂങ്ങാൻ പാടില്ല. പിന്നെ പി സി ചാക്കോ കയറി വന്നതിന്റെ ഒരു ചെറിയ കല്ലിയും ഉണ്ടായത്. പി സി ചാക്കോ ഇവരെല്ലാരെയും കവച്ച് മേലക്കര നോക്കുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ പിന്നിൽ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീ സുരേന്ദ്രൻ, കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഇപ്പൊ NCP-യിലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ശശീന്ദ്രൻ സാറെന്ന് പറഞ്ഞാൽ അല്ലെ അവിടെ വനംവകുപ്പിലെ മിനിസ്റ്ററാണല്ലോ. ഹലോ. അതെ, പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. സാറ്, ഇത് ഈ ഇപ്പൊ അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങള് ഉള്ളത് അത് ഒരു പരിഹരിക്കും. അത് വേറൊരു ഇതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വനംവകുപ്പുമായിട്ടുള്ള ഒരു പ്രശ്നം, ഈ കാട്ടാന ശല്യങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് തീർച്ചയായും ഇത് ഒരു ഈ നമ്മുടെ ഈ ട്രഞ്ച് നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല. നമ്മൾ അതായിരുന്നു കഴിഞ്ഞ അരമണിക്കൂർ നൽകിയ പരിപാടി. നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാമെങ്കിൽ പറയാം. സാർ, ഇത് ഈ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പാർട്ടിയുടെ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. ശ്രീ വിജയൻ, സാധാരണഗതിയിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷികൾക്ക് മന്ത്രിയെ നൽകിയാൽ മന്ത്രിയെ തീരുമാനിക്കുന്ന ഘടകകക്ഷിയാണ്. ചിലപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ചില മന്ത്രിമാരുടെ വിഷയത്തിലൊക്കെ എതിർപ്പ് ഉയരാറുണ്ട്. അത്തരം എതിർപ്പാണോ സ്വാഭാവികമായും ഇവിടെ ഉയർന്നത്, അതോ അതിനപ്പുറത്തേക്ക് CPM തീരുമാനം NCP അടിച്ചേൽപ്പിക്കുകയാണോ? നമസ്തേ കിരൺ ബാബു. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്കിതിനകത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് മന്ത്രിയായി തുടരാനുള്ള ഒരു യോഗ്യതയുള്ള ഒരാളല്ല അദ്ദേഹം. അതെന്താണ് അങ്ങനെ? അത് ഇപ്പൊ മെനഞ്ഞാന്നോ ഇന്നലെ ഉള്ള ആ സംഭവം ഒന്നൊന്നും അല്ലല്ലോ. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അധികം എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതിൽ നിന്നുള്ള ഒരു കഴിവുള്ളൊരു മനുഷ്യനല്ല. പിന്നെ ആരെങ്കിലും തുറപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തുറപ്പിക്കാനോ അവരെ തുറപ്പിക്കാൻ അതിനുള്ളൊരു കഴിവ് മാത്രമല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു കഴിവും ഞാൻ കാണുന്നു. ഒരു മന്ത്രിയായിട്ട് തുടർന്നു പോകാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിൽ കാണുന്നു. ശരി, അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജശേഖരൻ നായരാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ രാജശേഖരൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം. വിഷയത്തെ കാണുന്നത് NCP എന്നൊരു കക്ഷിയുടെ കാര്യമാണല്ലോ ഇന്ന് ചർച്ച വരുന്നത്. അതെ, ഇങ്ങനെ ഒരു കക്ഷി തന്നെ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. 2 MLA-മാരുള്ളതാണ്. അപ്പോൾ കക്ഷി ഉണ്ടോ എന്നൊക്കെ സംശയിക്കുന്നത് ശരിയാണോ? ഒരു മന്ത്രിയൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ സ്വന്തം ഒരു പഞ്ചായത്തിന്റെ വാർഡിലെങ്കിലും ഈ കക്ഷിക്ക് ഒറ്റയ്ക്ക് നിന്ന്
മത്സരിക്കാൻ സാധിക്കില്ല. ശ്രീ രാജശേഖരൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയമാണ്. എത്രയോ വർഷമായി കേരളം, കേന്ദ്രമൊക്കെ മുന്നണി രാഷ്ട്രീയം വരുന്നതിന് മുമ്പോട്ട് കേരളം പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. അത് ആ ചെറിയ പാർട്ടികൾ കൂടി ചേരുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയും കേരളത്തിലില്ല. ആ പാർട്ടിയുടെ സ്വയമായിട്ടുള്ള കഴിവില്ലായ്മ കൊണ്ടല്ലേ വേറൊരു പാർട്ടിയുടെ ലീഡർ ആ പാർട്ടിയുടെ അത് ശരി, ആ വിഷയം പറയാം. പക്ഷെ നമ്മൾ അവരെ പൂർണ്ണമായും ചെറിയ പാർട്ടികളാണെന്ന് പറഞ്ഞ് ചെറിയ പാർട്ടികളെല്ലാം ഇവരാരാണ് എന്ന് ചോദിച്ച് തള്ളിക്കളയേണ്ട കാര്യമില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, തള്ളിക്കളയുന്ന ഇതുകൊണ്ടാണ്. ഇപ്പൊ കേരള കോൺഗ്രസ് എമ്മിന്റെ ആണെങ്കിൽ ഇതുപോലെ പിണറായി വിജയൻ തീരുമാനമെടുക്കുമോ ആര് മന്ത്രിയാണോ എന്നില്ല. അപ്പൊ ആ പാർട്ടിയുടെ നില കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റൊരു പാർട്ടിയുടെ ലീഡർ ആ പാർട്ടിയിൽ ആര് മന്ത്രിയാണോ തീരുമാനിക്കുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ശരിയാണ്. അങ്ങനെ ആ പാർട്ടിക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടി അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കാനൊന്നും മുതിരില്ലായിരുന്നു. അതെ അതെ. അപ്പൊ ആ പാർട്ടികളെ തമ്മിലടി അത് മറ്റൊരു കാരണം. അതെ, എന്തായാലും അത് വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ മുന്നണി സംവിധാനത്തിലെ കീഴ്വഴക്കങ്ങളും അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിലെ രീതികളും ഒക്കെ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ക്രൈസിസിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-നും മുഖ്യമന്ത്രിക്കുമാണ്. നേരത്തെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അവരൊരു ചെറിയ പാർട്ടി ആയതുകൊണ്ടാണല്ലോ അവരെ ഇങ്ങനെ രണ്ട് വിഭാഗമാക്കിക്കൊണ്ട് തമ്മിലടിപ്പിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ സർക്കാരാണ്. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഓരോ പാർട്ടിക്കും മന്ത്രിയെ തീരുമാനിക്കുവാനുള്ള അവകാശം അവരുടെ പാർട്ടി. ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ടെന്ന്. പ്രജീഷാണ്, താനൂരിൽ നിന്നാണ്. ശ്രീ പ്രജീഷ്, താങ്കൾ നേരത്തെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണോ? EM മത്തായി ആണ്. പ്രജീഷിന്റെ ടെലിഫോണും കട്ടായെന്ന് തോന്നുന്നു. EM മത്തായി ആണ് കട്ടപ്പനയിൽ നിന്നും. PM മത്തായി. ശ്രീ PM മത്തായി, താങ്കൾ എങ്ങനെയാണ് NCP രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ NCPയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നത് ജനാധിപത്യത്തിന് ഏറ്റവും കോട്ടം തട്ടുന്ന രീതിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും ഈ NCPയുടെ ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിലൊന്ന്, ഒരു ചെറിയ കക്ഷിയാണ് ഘടകകക്ഷിയുടെ മന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും അതിന്റെ നേതൃത്വത്തിനുണ്ടാണ്. അത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞാണ് ഇപ്പോഴത്തെ മന്ത്രി ഒഴിവായി നിൽക്കുന്നത്. ഒന്ന്, അത് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് ഈ നിലപാട് ഇപ്പോഴത്തെ മന്ത്രി സ്വീകരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ മന്ത്രി എന്ന് പറയുന്ന ആള് ഇത്രയും കഴിവുകെട്ട മന്ത്രി ഈ അടുത്ത നാളിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം കോതമംഗലത്തിനടുത്ത് എത്രയോ ദിവസങ്ങളായി ഈ ആനയുടെയും കാട്ടുപോത്തിന്റെയും കാട്ടുപന്നിയുടെയും ശല്യം കൊണ്ട് ജനങ്ങള് പൊറുതിമുട്ടുകയാണ്. ശരി, തൽക്കാലം നമുക്ക് നമ്മൾ ആ വാർത്ത കാണിച്ചിരുന്നു. ആ വിഷയത്തെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ ചർച്ച അതല്ലാത്തത് കൊണ്ട് മാത്രം നേരത്തെ അതിന് ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ സമയം നൽകിയതാണ്. ഈ മന്ത്രിക്ക് ധാരാളം നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പഠിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. ഇവരൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും പലപ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തുമൊക്കെ ആയിരിക്കും അപഹരിക്കപ്പെട്ടു പോവുക. എന്തായാലും നമുക്ക് ശ്രീ തങ്കപ്പനാണ് അങ്കമാലിയിൽ നിന്ന് ചേരുന്നത്. ശ്രീ തങ്കപ്പൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ NCPയുടെ വല്ലാത്ത ദൗർബല്യമാണോ അവർക്ക് ഈ സ്വന്തമായി തീരുമാനമെടുക്കാനും നടപ്പാക്കാനും കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത്? നാളിതുവരെ നമ്മുടെ ഭരണ സംവിധാനത്തില്, മുന്നണി സംവിധാനത്തില് അതാത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരം? അല്ലെങ്കിൽ അതാത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ പാർട്ടിക്ക് അവരുടെ ഏത് വ്യക്തിയാണ് മന്ത്രിയാവേണ്ടതെന്ന് പാർട്ടിക്കാണ് മാത്രം തീരുമാനിക്കുന്നത്. ഈ ഒറ്റയാൾ പട്ടാളം പോലെ ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് എല്ലാ പാർട്ടിയുടെയും കാര്യത്തിൽ ഇടപെടുന്നത്? അത് ശരിയായ നടപടിയല്ല. അപ്പൊ ഇതിനെ ശക്തമായി എതിർക്കണം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അടൂരിൽ നിന്നും ശ്രീ വിക്രമാണ് ചേരുന്നത്. ശ്രീ വിക്രം, ഈ സാധാരണഗതിയിൽ ഘടകകക്ഷി മന്ത്രിമാരെ തീരുമാനിക്കുന്ന ആ പാർട്ടികളാണ്. ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം, ഇത്ര മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുന്നത്, മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയുമ്പോഴും മുന്നണി സംവിധാനത്തിലാണ് ഘടകകക്ഷികൾക്ക് ഏതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ അത് പാലിക്കപ്പെടുന്നുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം. ഇത് അവരവരുടെ മുന്നണി രാഷ്ട്രീയത്തിൽ അവരവരുടെ പാർട്ടിയാണ് ഓരോ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. ഇവിടെ പിന്നെ ഇപ്പോൾ പറയുന്നത് പിണറായി ആണ് മന്ത്രിയെ തീരുമാനിക്കുന്നതാണ് പറയുന്നത്. അതിന് കാരണമുണ്ട് സാറേ. ഈ 2 വർഷം മുമ്പ് മുതലേ എനിക്ക് മന്ത്രിയാണെന്ന് പറഞ്ഞ് ഈ തോമസ് കെ തോമസും മുന്നണി തന്നെ ഈ അവരുടെ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ പിണറായി പിന്നെ മുഖ്യമന്ത്രി അതിനുവേണ്ടി പിന്നെ
സൈഡ് ചെയ്യാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് അതിനെപ്പറ്റി തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രതീഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രതീഷ്, എങ്ങനെയാണ് ഈ NCPയുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയെ താങ്കൾ വിലയിരുത്തുന്നത്? പാർട്ടി പിളർപ്പിലേക്ക് പോകുമെന്ന് വരെ വാർത്തകളുണ്ട്. ഹലോ, ശ്രീ രതീഷ് പറയാം. ചെറിയ ചെറിയ പിളർപ്പുകളൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ടാവാറുണ്ട്. പിന്നെ ശശീന്ദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു ഫോൺ വഴിയുള്ള ഒരു സംഭവം കേസ് ഉണ്ടായിരുന്നല്ലോ, ഓർക്കണ്ടോ? ഉണ്ട്, അതെല്ലാം കഴിഞ്ഞല്ലോ. ആ സമയങ്ങളിലെ തന്നെ എഗ്രിമെന്റും കാര്യങ്ങളും ചെയ്തു എന്നാണ് NCP പറയണത്. പിന്നെ മുഖ്യമന്ത്രിയുടെ സ്വാധീനം എല്ലാ ഘടകകക്ഷികളിലും ഉണ്ട്. അത് INL തമ്മിൽ പിളർപ്പിൽ വന്ന സമയത്തും INL യോജിപ്പിച്ച് നിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി പാടുപെട്ടിരുന്നു, ഓർക്കണ്ടോ? INL ഘടകകക്ഷിയായില്ലേ? അതെ, ദീർഘകാലം INL ഘടകകക്ഷിയാക്കാതിരുന്നായിരുന്നു CPM നയം. അതായിരുന്നു അത്തരം ഒരു പാർട്ടിയെ നയമൊക്കെ മാറിപ്പോയി. ഘടകകക്ഷിയാക്കി. PDPക്ക് വേണ്ടി എതിരായിട്ട് നടന്ന ഒരു PDP മദിനിയും പിണറായി വിജയനും പെരുമ്പാവൂർ ഒരുമിച്ച് വേദി പങ്കിട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്നും ചേരുന്നത്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ വിഷയത്തെ നമ്മൾ എടുക്കുന്നത്. കാരണം ഈ LDF ഇപ്പൊ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പണ്ട് LDF കമ്മിറ്റിയിലൊക്കെ വന്ന് അവതരിപ്പിച്ചൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോ LDF കൺവീനർ ആരാണെന്ന് പോലും അറിഞ്ഞില്ല. TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് പോലും കേൾക്കാറില്ല. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ലിസ്റ്റ് എഴുതി കൊടുക്കും, അദ്ദേഹം പ്രഖ്യാപിക്കും. അതിലുപരി മുന്നണിയിൽ തന്നെ ഇപ്പൊ കേരള കോൺഗ്രസ് ഉണ്ട്, CPI ഉണ്ട്, ഇതിനൊക്കെ NCP ഉണ്ട്. ഇവരുടെ ഒന്നും സംസ്ഥാന പ്രസിഡന്റുമാരോ ഒന്നും കൂടിയാലോചന ഒന്നുമില്ല. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡയറക്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കും. താങ്കൾക്ക് ഇന്ന ഒരു പൊസിഷൻ, ഇന്ന വകുപ്പ് തരാം, താങ്കൾക്ക് തയ്യാറാണോ? നേരെ ക്ലിഫ് ഹൗസിൽ വന്നാൽ മതി. ആ ക്ലിഫ് ഹൗസിൽ വന്നാൽ പറയേണ്ടതുണ്ടോ? ഇത് ബാക്കി ഇതിൽ തർക്കമുണ്ടോ? ശരിയാണ്. നേരത്തെ ആദ്യം മന്ത്രിമാരെ തീരുമാനിച്ചതെല്ലാം തുടക്കത്തിലല്ലേ? തുടക്കത്തിൽ ഈ LDF കൂടി തന്നെയല്ലേ ഓരോരുത്തർക്ക് എത്ര മന്ത്രിമാരെന്നൊക്കെ നിശ്ചയിച്ചത്? ഇല്ല, ഇത് ഏകാധിപതിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിടിച്ചടക്കി വെച്ചിരിക്കുക. LDF കൺവീനർ പുള്ളി പറഞ്ഞ ആള്, പാർട്ടി സെക്രട്ടറി പുള്ളി പറഞ്ഞ ആള്. അപ്പൊ പുള്ളി ഇത് മൊത്തം കൈയടക്കുക. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ മുഖ്യമന്ത്രിനകത്ത് കാണുന്നത് ഈ ഇലക്ട്രിസിറ്റിയുടെ ഒരു വിഷയം കഴിഞ്ഞ 10 ദിവസമായിട്ട് കേരളം കത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഈ ശശീന്ദ്രനെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വകുപ്പിൽ പോലും അദ്ദേഹം അൻപേ പരാജയം. നമുക്കറിയാം, നിങ്ങളെ ഇത് News 18 തന്നെ മെനങ്ങാന്ന് കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊന്ന വിഷയം. ഇപ്പോഴും നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ ആ നാട്ടുകാരുടെ പ്രതികരണത്തിന് വേണ്ടി നമ്മളുടെ ഞാനിൻ്റെ ഇവിടെ ചോദിക്കാൻ പരിപാടി പ്രത്യേകമായി നൽകിയിരുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി കൃത്യമായി പരിഗണിച്ചില്ല. മനസ്സിലായി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ പറഞ്ഞ കിരൺ, അല്ല ഒരു സെക്കൻഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇതിനകത്തുള്ള സംഭവം എന്ന് പറയുമോ, ഈ ഇലക്ട്രിസിറ്റിയുടെയും മറ്റൊക്കെ വിഷയം മറയ്ക്കുവാൻ വേണ്ടി ശശീന്ദ്രന്റെ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് അപ്പൊ തന്നെ മനസ്സിലായി, താങ്കൾ ഒരു സാധാരണ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതാണ് ഒരു വിഷയം മറയ്ക്കാൻ വേണ്ടി മറ്റൊരു വിഷയം കൊണ്ടുവരിക. ചാനലുകാരും നിങ്ങൾ മീഡിയയും അതിന്റെ ബാക്കിൽ തന്നെ പോയി. സത്യത്തിൽ കേരളത്തിന്റെ യഥാർത്ഥ വിഷയം നിങ്ങളൊന്ന് ചർച്ച ചെയ്യണം. സത്യത്തിൽ ഞങ്ങൾ ആ ഇലക്ട്രിസിറ്റിയുടെ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഓരോ പാർട്ടിക്കും ആര് മന്ത്രിയാകണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് പാർട്ടികൾക്കാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ചാക്കോ പറഞ്ഞല്ലോ, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ചാക്കോ തന്നെ നിലപാട് വ്യക്തമാക്കി. അപ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിലപാട് വ്യക്തമാക്കുമ്പോൾ വീണ്ടും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഗീബൽസിയൻ തന്ത്രമാണ് ഈ ഇതിൽ മുഖ്യമന്ത്രി എടുക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കടുംപിടുത്തം വേണ്ട, അവരുടെ പാർട്ടിയുടെ മന്ത്രി അവർ തീരുമാനിക്കട്ടെ. തോമസ് വരട്ടെ. എന്റെ അഭിപ്രായം അതാണ്. കാരണം തോമസ് വളരെ എഫിഷ്യന്റ് ആണ്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബിസിനസ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഇതിനു മുമ്പ് ഒരു ഭരണ സംവിധാനത്തിലിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സുപ്രധാന സ്ഥാനങ്ങളിലിരുന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചതുകൊണ്ട് അവിടെ നിന്ന് MLA ആയി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എഫിഷ്യന്റ് ആണ്. എത്രയോ കാലം അങ്ങനെയാണെങ്കിൽ AK ശശീന്ദ്രൻ എത്രയോ കാലം MLA ആയിരുന്ന ആളാണ്, പലതവണ മന്ത്രിയായ ആളാണ്. അദ്ദേഹത്തിന്റെ എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ വേണമെങ്കിൽ മോശമാണെന്നോ നല്ലതാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാം. അതൊക്കെ തെളിയിച്ച ആളാണ്. പക്ഷേ ഈ തോമസ് കെ തോമസ് ഇപ്പോൾ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ വനം വകുപ്പിൽ ഇപ്പോൾ
വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം അടക്കം ധാരാളം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല ഈ പതിറ്റാണ്ടുകളായിട്ട് ഇരിക്കുകയല്ല, അദ്ദേഹം മാറി പുതിയ ഒരാൾക്ക് അവസരം കൊടുക്കട്ടെ. അതൊരു ഗൗരവമായ വിഷയം തന്നെയാണ്. പലപ്പോഴും ഇരിക്കുന്ന ആളുകൾ മാറി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ഏത് പാർട്ടിയിലായാലും അത് ഒരു വിഷയം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിൻസെന്റ് ആണ് വയനാട് നിന്നും. ശ്രീ വിൻസെന്റ്, താങ്കൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് താങ്കളുടെ വയനാടൊക്കെ ആകുമ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ്. അങ്ങനെ ഒരു അതിൻ്റെ വനംവകുപ്പ് കൂടിയാണ് NCP കൈകാര്യം ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് NCPയിലെ മന്ത്രിമാറ്റ ചർച്ചയെ കാണുന്നത്? NCP സാറേ, ഇതിപ്പോ NCPന്റെ മന്ത്രിസ്ഥാനം ഓക്കെ, അത് അവരുടെ ഒരു ആഭ്യന്തര വിഷയമാണ്. അവർ മാറണമെങ്കിൽ മാറട്ടെ. പക്ഷേ നമുക്ക് ഈ ശശീന്ദ്രന്റെ ഭരണം തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്നും TV കാണുന്നതും പത്രം വായിക്കുന്നതാണ്. ഇവിടെ എന്താണ് ശരിയായ രീതിയിലുള്ള ഒരു ഈ വനസംരക്ഷണത്തിനെ പറ്റിയുള്ള എന്തൊരു ഭരണം നടക്കുന്നത്? ഒരു രീതിയിലും കഴിഞ്ഞ കാലമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഒന്നാമത് തന്നെ ദിനം പ്രതി ആൾക്കാർ ഈ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങൾ, ഇപ്പൊ ഗ്രാമപ്രദേശത്തിലൊന്നുമുള്ള ഇടങ്ങൾ ഫോറസ്റ്റിന്റെ ബോർഡറിലൊക്കെ താമസിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കുകയാണ്. ഇതിനൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള ഫണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഫെൻസിങ്ങോ മറ്റുള്ള ട്രെഞ്ചോ അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതിനെക്കുറിച്ചൊന്നും യാതൊരു അനക്കമില്ല. ഒരു മന്ത്രി പേരിനുണ്ട്, ഒരു ഭരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ തോമസ് വന്നാൽ ഇതിന്റെ അപ്പുറത്തൊന്നും നടക്കുന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ രീതികളിൽ നിന്ന് മാറിയുള്ള ഇപ്പോഴത്തെ ഈ പോക്കിനെ കാണുന്നത്? ഹായ് കിരൺ, നമസ്കാരം. പറഞ്ഞു, സുഖം തന്നെ, പറഞ്ഞോളൂ. ഞാൻ താങ്കളെ കുറിച്ച് പുകഴ്ത്തുന്നില്ല എന്നൊക്കെ കുറെ വേണം. താങ്കളെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ശരി, ഓക്കെ, സമ്മതിച്ചു. ഇനി ബാക്കി പറയാനുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ശരി. ആ താടിയും അല്ല, റിയലി ഞാൻ പറയാൻ കാര്യം എന്നറിയാവോ കിരൺ, താങ്കൾ ഇപ്പം കുറച്ചും കൂടെ ഞങ്ങളുടെ ഈ പൊതുവേദിയിൽ ഞങ്ങളുടെ ഒപ്പം വന്നു തുടങ്ങി. അതിൽ വലിയ റിയലി അപ്രീഷിയേറ്റീവ്. നേരത്തെ നിങ്ങളുടെ ഒപ്പം അല്ലായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ എത്രയോ വർഷമായി അവതരിപ്പിക്കുന്നു. അതല്ല, അങ്ങനെയല്ല കിരൺ. ഈ പൊതുവേദിയിൽ ഞങ്ങളൊക്കെ സംസാരിക്കാൻ വിളിക്കുന്നത് ഞങ്ങളുടെ മാനസികമായിട്ടുള്ള ഞങ്ങളുടെ വിഷമമുണ്ട്. അത് എന്റെ പേഴ്സണലി അല്ല, ഞങ്ങളെല്ലാം വന്നിട്ട് നമ്മുടെ നാട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നാട് നന്നാവണം എന്നുള്ള നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇതൊരു ചായക്കടയിരുന്നുകൊണ്ട് നമ്മുടെ സുഹൃത്തിന്റെ മുമ്പ് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ പുറത്തിരിക്കുമ്പോഴും നാട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ സംസാരിക്കുന്ന ആ ഒരു കണക്കിലാണ്. ഈ ദീപും ഞാനുമാണ് എപ്പോഴും അടിവിടാറുള്ളത്. ബട്ട് ഐ എം റിയലി ലവ് ഹിം, ബിലീവ് മീ. പുള്ളി കുറെ വളരെ വ്യക്തമായിട്ടും കുറെ അറിവോടെയൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു വൺ സൈഡ് ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് എന്ത് ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഒരു ചെറിയ കൊച്ചു പാർട്ടിയാണ് ഈ പാർട്ടി. ഈ പാർട്ടി തന്നെ ഒരു മന്ത്രിസഭയെ ഇങ്ങനെ പിടിച്ചു വിൽക്കണത് ശരിയല്ല. ഞാൻ പൊതുവെ പിണറായി എതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എപ്പോഴും. ഇതൊന്നും പാടില്ല. കാരണം ഇതൊന്നും ശരിയല്ല. അയാളുടെ പ്രവർത്തനമേ ശരിയല്ല. ഷീസ് ഓൾറെഡി ഓൾഡ്. എനിക്ക് തോന്നുന്ന പ്രായാർദ്ധികമായ അയാൾക്കൊരു പക്വതയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഈ പറയുന്ന ഈ പൂച്ച ശശീന്ദ്രനോ അങ്ങനെയൊക്കെയാണ് നാട്ടിൽ പറയണത്. എനിക്കിഷ്ടമല്ല. ഇഷ്ടമില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം പക്വതയില്ലാത്ത ആളാണെന്ന് പറയുന്നത്. ദീർഘകാലം മന്ത്രിയായിരുന്ന ആളാണ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവൊക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യോജിക്കാം. പക്ഷെ നമ്മൾ വ്യക്തിപരമായ ഒരാളെ പക്വതയില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ നമ്മുടെ പല മന്ത്രിസഭകളിലും ഇരുന്നിട്ടുള്ള ആളൊക്കെയാണ്. കിരൺ, നോക്കൂ, ഞാൻ നമ്മുടെ ഈ വനത്തിലോ അനുബന്ധിച്ച് എത്രയോ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നത് 1/3% ഓഫ് ആൾക്കാരും നമ്മുടെ വനം ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് ഇദ്ദേഹം 2 തവണ ആയി, ഓൾറെഡി 9 വർഷമായെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇയാൾക്ക് വ്യക്തമായ ഒരു ധാരണയും അവിടെ ചെലുത്താൻ കഴിഞ്ഞില്ല. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ശരി, അത് പറയാം. നമുക്ക് ഒരാളുടെ പരാജയമാണെന്ന് പറയാം. പക്ഷെ ഒരാൾ പക്വതയില്ല എന്ന് പറയുന്നതിനകത്ത് സ്വാഭാവികമായും അത് ഒരാളുടെ വ്യക്തിപരമായ ഒരു ആക്ഷേപം കൂടിയാണ്. പക്ഷെ ഒരു മന്ത്രിയായിരുന്ന ഒരാൾ അയാൾ പരാജയമാണോ, വിജയിക്കുന്നോ, അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം മോശമാണ് നല്ലതാണ് എന്നൊക്കെ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഓരോ വിലയിരുത്തലുകൾ ഉണ്ടാവും എന്നും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടത് ജോസ് ആണ്, ഇടുക്കിയിൽ നിന്നും. ശ്രീ ജോസ്, താങ്കൾ എങ്ങനെയാണ് ഈ NCP പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തെ കാണുന്നത്? NCP പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ അവരെപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മന്ത്രമല്ല അതല്ല യഥാർത്ഥ പ്രശ്നം. ഈ വനങ്ങളിൽ നടക്കുന്ന ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, അതിന് ഇന്ത്യ മഹാരാജ്യത്തെ വന നിയമം തന്നെ ഭേദഗതി ചെയ്യണം. കേരള സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് സാമാന്യ ബോധമുള്ള ആരും അറിയത്തില്ല. സാമാന്യ ബോധമുള്ള ആരും പറയാത്ത ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ വന നിയമമുണ്ട്. ആ നിയമം ഭേദഗതി ചെയ്യാത്തോളം കാലം കേരളത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വന്യമൃഗങ്ങൾ പെരുകി കഴിയുമ്പോൾ അവയെല്ലാം കൊന്ന് നശിപ്പിക്കുന്ന ഒരു നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മാത്രം മൂർഖമാമനെ മുതൽ സകല ഒരെണ്ണത്തിനെയും പിടിച്ച് ശ്രീ ജോസ്, അങ്ങനെ താങ്കളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വസ്തുതാപരമായി പറയണം. വന്യജീവികൾ നാട്ടിലേക്ക് കയറുന്നത് തടയാനുള്ള സംവിധാനങ്ങളൊക്കെ വേണം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ നിയമം. ലോകത്തെവിടെയും ഇപ്പോൾ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതിശക്തമായ നിയമമാണുള്ളത്. അത് പ്രത്യേകിച്ച് കാടും വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ ഭാവി തലമുറയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അല്ലാതെ ഒരു വന്യജീവി ഇറങ്ങിയതുകൊണ്ട് അതിനെല്ലാം വെടിവെച്ച് കൊല്ലുക എന്നൊന്നും പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞങ്ങൾ ഇടുക്കിക്കാരൊക്കെ കഷ്ടപ്പാടാൻ അത് ശരിയാണ്. ആ കഷ്ടപ്പാടിന് പരിഹാരം ഉണ്ടാവണം. പക്ഷെ അതിനെ മൃഗങ്ങളെ വെടിവെച്ചു കൊന്നല്ല പരിഹാരം ഉണ്ടാക്കേണ്ടത്. സ്റ്റേറ്റിലെ മന്ത്രിക്ക് തന്നെ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ല, അതെല്ലാം ശരി. പക്ഷെ താങ്കൾ പറഞ്ഞ ഈ അഭിപ്രായത്തോടാണ് അതിനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചില പ്രാകൃത നിയമങ്ങൾ നിൽക്കുന്ന ചില രാജ്യങ്ങളിലൊക്കെ അതുണ്ടാവും. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പെരുകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് അതിനെ നിയമം നിർണ്ണയിക്കണം. വന്യമൃഗങ്ങൾ പെരുകി കഴിയുമ്പോൾ കാട്ടുപന്നിയും കാട്ടാനയും എല്ലാം പെരുകി കഴിയുമ്പോൾ എല്ലാം നാട്ടിലേക്ക് ഇറങ്ങും. അതിനെ നിയന്ത്രിക്കേണ്ടത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് മാത്രമല്ല ശ്രീ ജോസ്, ഇറങ്ങുന്നത് തടയണം. അത് ശരിയാണ്. തടയാനുള്ള മാർഗങ്ങൾ ശാസ്ത്രീയ വിവേചനം. ഇറങ്ങുന്നത് അതുകൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണം അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോൾ അവർ തിരികെ ഇറങ്ങുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പരസ്പരം പരിഹരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്. അല്ല, ഇത് ഈ കാട്ടാനകൾ കാട്ടുമൃഗങ്ങൾ ശല്യങ്ങൾ പൊതുവെ കൂടിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അത് മൃഗങ്ങൾ പെരുകിയിട്ടല്ല. ഇത്രയും കാലങ്ങളല്ലേ ഇവിടെ 60-70 വർഷക്കാലം 80 വർഷമായി ഇടുക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ വികാരം മനസ്സിലാവുന്നു. അങ്ങനെ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. പക്ഷെ അത് ഒരിക്കലും മൃഗങ്ങളെ വെടിവെച്ച് കൊന്നുകൊണ്ടല്ല അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കാട്ടിലെ എന്തുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് എന്നതിനടക്കം അറിയേണ്ടതുണ്ട്. അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കയറുന്നതാണോ, കാട്ടിനുള്ളിൽ ഭക്ഷണം കിട്ടാത്തതാണോ, ഇനി വല്ലാതെ ഈ ജീവികളുടെ എണ്ണം പെരുക്കം കൊണ്ടാണോ, ഇതെല്ലാം പരിശോധിച്ച് ശാസ്ത്രീയമായ രീതിയിൽ വേണം ഇതിന് പരിഹാരം കാണേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്ന് പരിഹരിക്കാമെന്ന് പറയുന്നത് ഒരു വൈകാരിക പ്രകടനമായി മാത്രമേ കാണാൻ കഴിയൂ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ നമ്മുടെ ന്യൂസ് 18 പൊതുവേദിയിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരും. കോഴിക്കോട് നിന്നും ശ്രീ ശശിധരൻ കൂടി ചേർന്നുണ്ട്. ശ്രീ ശശിധരൻ, NCPയെ സംബന്ധിച്ച് NCPയിലെ മന്ത്രിയെ മാറ്റാൻ NCPയുടെ സംസ്ഥാന നേതൃത്വം, കേന്ദ്ര നേതൃത്വമൊക്കെ CPM-നോട് ആവശ്യപ്പെടുന്നു. CPM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ പദവി താൽക്കാലികമായി വഹിക്കുന്ന ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനോടക്കം ആവശ്യപ്പെടുന്നു. പക്ഷേ അത് കഴിയില്ല എന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അത്തരം സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീ തോമസ് കെ തോമസ് നടത്തിയ ചില നീക്കങ്ങളൊക്കെ മന്ത്രിസഭയിലേക്ക് ചിലരെ മാറ്റാൻ വേണ്ടി നടത്തി എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ സ്ഥിരീകരണവും മറ്റു കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എന്തായാലും പക്ഷെ ഒരു പാർട്ടിയിൽ മന്ത്രിയെ തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയല്ലേ? അത് പാർട്ടി മുഖ്യമന്ത്രിയാണ് അതിന്റെ ഒരു മുൻകൈ എടുക്കേണ്ടത്. പക്ഷെ മുഖ്യമന്ത്രി ഇനിയിപ്പോ ഈ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനായാലും എനിക്ക് തോമസ് കെ തോമസ് ആയാലും അതിലൊന്നും അവരൊന്നും മാറ്റിയതുകൊണ്ടോ അല്ല പുതിയ ആളെ എടുത്തതുകൊണ്ടോ വലിയ മാറ്റങ്ങളൊന്നും വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിലേ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കുറച്ചും കൂടി ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെങ്കിൽ അവരിത്രയും ശമ്പളം വാങ്ങി ശമ്പളം കൊടുത്ത് അവരെ തീറ്റി പോയിട്ട് ആക്കിയിട്ടൊക്കെ. ശ്രീ ശശിധരൻ, നമ്മുടെ വിഷയം അതല്ല. നമ്മൾ മന്ത്രി തല ചർച്ചയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. എന്തായാലും നമ്മൾ അല്ല ഈ എൽദോസിന്റെ ഇതിലാണല്ലോ ഇപ്പൊ ഇത് വന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു ആണ്. ശ്രീ ദീപു, മുന്നണി രീതി അനുസരിച്ച് അത് ഇടതു മുന്നണി ആയാലും വലതു മുന്നണി ആയാലും മുന്നണികളിലെ പാർട്ടികൾക്ക് മന്ത്രിയെ നൽകുക, മന്ത്രി ആരാവണം പാർട്ടിയിൽ നിന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയിൽ നിന്നാണ്. പക്ഷേ NCPയുടെ കാര്യത്തിൽ അത് ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ചർച്ച NCP ആണെങ്കിലും ഇവിടെ സംസാരിക്കുന്നവരുടെ ലക്ഷ്യം പിണറായി വിജയനാണ്. അത് ഏത് കാര്യം എടുത്താലും രണ്ടെണ്ണം പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഇവർക്കൊന്നും സമാധാനമാവില്ല എന്നുള്ളതാണ്. ഇവിടെ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള അതോറിറ്റി ഇല്ലേ? അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുക. ഒരു മുന്നണി അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ ആരൊക്കെയാണെന്നുള്ള കത്ത് കൊടുക്കും. ഒരു ഇന്ന ആള് പറ്റില്ല, ഇന്ന ആള് വേണമെന്നൊന്നും പറയില്ല. അത് അപ്പടി അംഗീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ശശീന്ദ്രൻ മന്ത്രിയായിട്ടുള്ളത്. ശശീന്ദ്രൻ മന്ത്രിയാവുമ്പം ഈ ഞങ്ങൾ 4 വർഷം കഴിയുമ്പോൾ
തോമസ് കെ തോമസ് മന്ത്രിയാവണമെന്നോ 2 വർഷം കഴിയുമ്പോൾ തോമസ് കെ തോമസ് മന്ത്രിയാവണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ശശീന്ദ്രൻ തന്നെയായിരുന്നു 5 വർഷവും മന്ത്രി. അതിന്റെ ഇടയിൽ ഈ പറയുന്ന പിന്നെ കോൺഗ്രസിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രി എനിക്കാവണം എനിക്കാവണം എന്ന് പറഞ്ഞ ഒരു പതിവ് ഇടതുപക്ഷത്തിന്റെ മുന്നണിയിൽ ഒരിക്കലുമില്ല. ഈ ചാത്തന്നൂരുള്ള രാധാകൃഷ്ണനൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹമൊക്കെ വളരെ നന്നായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ആളാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഇതുപോലെ പിന്നെ അവര് ഇപ്പം ഗണേശൻ മന്ത്രിയായി, ആന്റണി രാജു മാറി, അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണെന്നേ. അങ്ങനെ ഇന്ന ആള് ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി മന്ത്രിസഭയിലേക്ക് വരിക അങ്ങനെയൊന്നുമല്ലല്ലോ. ഒരു പാർട്ടി തീരുമാനിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇന്നാൾ മാറി ഇന്നാൾ മന്ത്രി ആവണം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് നേരത്തെ പറയേണ്ട കാര്യം ഉണ്ടോ? ഇപ്പൊ CPI ഒരു മന്ത്രിയെ മാറ്റി CPI മന്ത്രി പുതിയൊരു മന്ത്രി വെക്കണമെങ്കിൽ നേരത്തെ പറയണം. തോമസ് കെ തോമസിന് നേരത്തെ തന്നെ ഈ മന്ത്രിയെ അവര് തീരുമാനിക്കുമ്പോൾ പറയാമല്ലോ എനിക്ക് 2.5 വർഷം കഴിഞ്ഞ് എനിക്ക് ആവണമെന്ന്. അല്ല, അതിന്റെ കാര്യമുണ്ടോ? അങ്ങനെ ഒരു പാർട്ടിക്ക് തീരുമാനിച്ചുകൂടെ ആ പാർട്ടിക്ക് കൊടുക്കുന്ന മന്ത്രി ആരാവണം എന്നുള്ളത്? തീരുമാനിക്കാം, ആ പാർട്ടിക്ക് തീരുമാനിച്ച ആ തീരുമാനം എടുക്കുമ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രിക്കും അതിന്റെ പിന്നെ അധികാരമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിങ്ങൾ പാർട്ടിയുടെ തീരുമാനത്തെ അങ്ങനെ CPIയുടെ തീരുമാനമാണിതെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. ഇത് NCP ചെറിയ പാർട്ടി ആയതുകൊണ്ട് തീരുമാനം എടുക്കില്ലല്ലോ. CPI അങ്ങനെ തീരുമാനം എടുക്കോ? അങ്ങനെ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ എത്രയോ പേർ ഇപ്പൊ ഈ പറയുന്ന വീതിച്ചു കൊടുത്തല്ലേ? ഗണേശനും ആന്റണി രാജുവിനും വീതിച്ചു കൊടുത്തത് തന്നെയല്ലേ? കിരൺ, ഇതുപോലെ സമ്മർദ്ദത്തിന്റെ ഫലമായി അയാൾ മന്ത്രിയാവണം ഇയാൾ മന്ത്രിയാവണം എന്ന നിലയ്ക്ക് ഒരിക്കലും മന്ത്രിയായിട്ടില്ല. ഈ ഇടതുപക്ഷത്തിന് അതാണ് ഇടതുപക്ഷം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, നേരത്തെ INL ഒരു കേസ് പറഞ്ഞു. ഇതേമാതിരി തന്നെ INL പ്രസിഡന്റ് വേറെ മന്ത്രി വേറെ. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു ഇയാളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കോടിയേരി ബാലകൃഷ്ണനുള്ള സമയത്താന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി വാ, എന്നിട്ട് അതുവരെ ഇദ്ദേഹം തുടരട്ടെ എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഇപ്പൊ NCPയിൽ ഇവര് വ്യക്തമായിട്ട് പറയട്ടെ, ഇവര് ഇന്ന ആള് മന്ത്രി ആവണം എന്നൊരു പ്രസ് അല്ലെങ്കിൽ LDF വെച്ചിട്ടുണ്ടോ? ഇവര് LDF വെച്ചിട്ടില്ലല്ലോ. CPI അഭിപ്രായം പറഞ്ഞിട്ടില്ലോ. കേരള കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി നമ്മൾ പറയണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തടസ്സം നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇവര് LDF ഇത് വെച്ചിട്ടില്ല? കേരള കോൺഗ്രസ് ഉണ്ട്, മറ്റേ CPI ഉണ്ട്, ഇവരൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ലോ. അപ്പൊ ഇനി അങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ശരത് പവാറിനെ പോലെ ഒരു ഇത്രയും വലിയ ഉന്നതനായ നേതാവ് പറഞ്ഞിട്ട് ഇവർക്ക് മന്ത്രിയെ പിൻവലിക്കിട്ട് അപ്പൊ കാണാമല്ലോ നമുക്ക് ഈ മന്ത്രിയെ അവര് ഞങ്ങളുടെ മന്ത്രി ഇന്നതാണ് തോമസ് കെ തോമസ് ആണ് എന്ന് പറഞ്ഞിട്ട് അയാളെ നിയമിച്ചില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് ശശീന്ദ്രനെ പിൻവലിക്കുന്നു എന്ന് പറയാത്ത എന്തുകൊണ്ടാ? അവര് അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ ശശീന്ദ്രനെ അല്ലെങ്കിൽ തോമസ് കെ ഇവരെ ഒന്നും ന്യായീകരിക്കാനൊന്നുമില്ല. കാരണം പാർട്ടിയുടെ ഇത് നേരത്തെ ഈ നമ്മുടെ ഈ തലക്കെട്ട് ഇതായത് കൊണ്ട് പറഞ്ഞതാ. ഇവര് രണ്ടെണ്ണത്തിനെയും മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒന്നിനും കോവൂർ കുഞ്ഞുമോനോ അല്ലെങ്കിൽ നമ്മുടെ വീരേന്ദ്രകുമാറിന് കൊടുത്തു കഴിഞ്ഞാൽ മാതൃഭൂമി ചാനലിന് കുറച്ച് ആശ്വാസം കിട്ടും, KP മോഹന് കൊടുത്തു കഴിഞ്ഞാൽ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ ഈ രാഷ്ട്രീയ വിഷയമൊക്കെ ആധികാരികമായി പരിശോധിക്കുകയും പഠിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. താങ്കൾ എങ്ങനെയാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിലെ സാധാരണ രീതികൾ മാറിയുള്ള ഈ കീഴ്വഴക്കത്തെ താങ്കൾ കാണുന്നത്? നമസ്കാരം. ഇതിവര് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുന്നെങ്കിലും CPMന്റെ ഏകാധിപത്യം മാത്രമേ ഈ മുന്നണി നടക്കുന്നുള്ളൂ എല്ലാവർക്കും അറിയാം. കാരണം ഇതൊക്കെ വെറും ലേബലിന് ഓരോ ഘടകകക്ഷി എന്ന് പറയുന്നത്. ഏതെങ്കിലും പാർട്ടി പറയുന്നത് ഇവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല. ഇത് ഏകാധിപത്യ പ്രവണതയാണ് ഈ കാണിക്കുന്നത്. അത് ദീപു അവിടെ ഇരുന്നുകൊണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പാർട്ടികളൊക്കെ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട പാർട്ടികളല്ലേ അവരൊക്കെ പുറത്ത് പറയില്ലേ ഞങ്ങളുടെ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്? പറയാൻ വേറെ പോക്കടയില്ല. അതെന്താണ് അങ്ങനെ? കേരളത്തിൽ ഇപ്പോൾ ഒരു പാർട്ടി ഒന്നോ രണ്ടോ പാർട്ടി മാറിയാൽ ഒറ്റയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ 2 പാർട്ടിക്കായാലും CPMനായാലും കോൺഗ്രസിനായാലും ഘടകകക്ഷികളുടെ സഹായം കൂടി വേണം കേരളത്തിൽ ഒരു ഭരണം പിടിക്കണമെങ്കിൽ. NCP അങ്ങോട്ട് പോയാൽ ഈ ഇടതുപണിക്ക് വല്ലതും പറ്റുമോ? NCP ആ പാർട്ടിയുടെ പോയാൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പാർട്ടിയായാലും പോയാൽ ഏത് മുന്നണിക്കും ഏത് ചെറിയ പാർട്ടി പോകുന്നതും ചിലപ്പോൾ അതിനെ ബുദ്ധിമുട്ടുണ്ടാക്കാം. ചില സമയങ്ങളിലൊക്കെ അതിനെ മറികടക്കുകയും ചെയ്യും. ഈ മുന്നണിയിലുള്ള ഓരോ സംഭവം എടുത്തു നോക്കുക. രണ്ടാം കക്ഷിയായ CPIക്ക് പോലും അവിടെ വലിയ വാലിറ്റി ഒന്നും ഇല്ല. കിരണേ, ഞാൻ പറയാൻ ഈ 99 സീറ്റ് വന്നാണ് ഈ അപകടം. അതേസമയത്ത് ചെറിയൊരു മെജോറിറ്റി ആയിരുന്നെങ്കിൽ ഇത് എപ്പോഴേ അംഗീകരിച്ചു പോയേനെയും. ഇത് എപ്പോഴേ NCP പറയട്ടെ ഞങ്ങളുടെ പ്രശ്നം കൊണ്ടാ കിട്ടാത്ത പിണറായിയുടെ അല്ലെങ്കിൽ LDFന്റെ CPMന്റെ കുറ്റം കൊണ്ടല്ലെന്ന് അവരൊന്ന് തുറന്നു പറയട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉണ്ണിക്കണ്ണനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഉണ്ണിക്കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം.
എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. അതെന്താണ് താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? അല്ല, അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതെന്താണ്, ഏത് കാര്യത്തിലാണ് അങ്ങനെ ഒരു ഏകാധിപത്യ തീരുമാനം മുഖ്യമന്ത്രി എടുത്തതായി താങ്കൾക്ക് തോന്നുന്നത്? സകല കാര്യത്തിലും മരുമോനെ മന്ത്രിയാക്കിയത് ഉൾപ്പെടെ. അത് അങ്ങനെ ഒരു മരുമകൻ മാത്രമാണോ മുഹമ്മദ് റിയാസ്? മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനായതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളൊന്നും അല്ലല്ലോ. അയാൾ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതലേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹിയായിരുന്നു. സമരങ്ങളിൽ മുന്നിൽ നിന്ന ആളാണ്. വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് നിസാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അത് എനിക്ക് തോന്നുന്നു 2009 തോന്നുന്നു. ആദ്യമായിട്ടാണല്ലോ MLA ആയത്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. 2009 അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്, അതറിയാമല്ലോ. ആദ്യമായിട്ടാണ് MLA-യോ MP-യോ പഞ്ചായത്തിലോ ആയതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അപ്പോഴേ ഇദ്ദേഹത്തിനോട്, ഈ ശശീന്ദ്രൻ മന്ത്രിയോട് എന്താണ് ഇത്ര സ്നേഹം എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഇദ്ദേഹത്തിനെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റേ ആന്റണി രാജുവിനെ കൊണ്ട് ഇവിടെ ഒരു ഇതുണ്ടാക്കിച്ചത്. ഇവിടെ എന്താ ഭരണം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നം വന്നല്ലോ. ആന്റണി രാജു ആണല്ലോ അത് പറഞ്ഞുണ്ടാക്കിയത്. അത് ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാനുള്ള ഒരു കളിയായിരുന്നു അത്. അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഒറ്റ ഇതിലാണ് ഇത് നിൽക്കുന്നത്. എനിക്കിതാണ് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രഘുവാണ്. ശ്രീ രഘു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മളെ ഇന്നത്തെ വിഷയം വെറുതെ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? മുൻ പ്രേക്ഷകൻ പറഞ്ഞ മാതിരിക്ക് വന്യമൃഗശല്യം ഇവിടെ കണ്ടമാനം പെരുകി വരുന്ന ശ്രീ രഘു, ഇതിന് തൊട്ട് മുമ്പുള്ള പരിപാടി താങ്കൾ കണ്ടിരുന്നോ? എന്താ? ഇതിന് തൊട്ട് മുമ്പ്, പൊതുവേദിക്ക് തൊട്ട് മുമ്പ് അരമണിക്കൂർ നമ്മൾ പൂർണ്ണമായും ഈ വന്യമൃഗ ശല്യത്തെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരുന്നത്. കുട്ടമ്പുഴയിലെ ജനങ്ങളുടെ പ്രതികരണം അടക്കം നൽകിയായിരുന്നു ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടി നൽകിയത്. നമ്മൾ അതിനെ കേട്ടു. പക്ഷെ ഇതുപോലത്തെ ഒരു പ്രശസ്തമായ ഒരു ചാനലിൽ ഈ ചെറിയൊരു വിഷയം ചർച്ചയ്ക്കെത്തിട്ട് ഇതൊരു കേരളത്തിലെ ഒരു മന്ത്രിയെ തീരുമാനിക്കുന്ന വിഷയം അത്ര ചെറിയ വിഷയമാണോ? അല്ല, മന്ത്രി സാറേ, ഇത് പറഞ്ഞ ഒരു മന്ത്രി പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുന്നേറി പോയത് കൊണ്ടോ ഈ അസംബ്ലിക്ക് ആയാലും നിയമസഭയ്ക്ക് ഒന്നും കോട്ടം തട്ടാൻ പോകുന്നില്ല. അങ്ങനെ ആരും പോകുന്നത് കൊണ്ടല്ല. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് താല്പര്യമില്ലേ ആ വിഷയം ചർച്ച ചെയ്യണം എന്നൊക്കെ? എന്റെ വിഷയം താല്പര്യം നിങ്ങൾ എടുത്തുകൊണ്ട് വിഷമല്ല, ബുദ്ധിമുട്ടല്ല പറഞ്ഞത്. പക്ഷെ എനിക്ക് അധികം ഗൗരവ വിഷയങ്ങൾ താങ്കളുടെ വിയോജിപ്പ് അറിയിക്കാം. അത് സ്വാഭാവികമാണ്, അത് അറിയിക്കാം. അപ്പൊ ഇതിൽ പറയാനുള്ള വെച്ചാൽ വന്യമൃഗ അല്ല, ഈ NCP ഒരു ചെറിയൊരു ഘടകകക്ഷി മാത്രമാണ് ഈ LDF-ല്. ഒരു ഒറ്റ മന്ത്രിസ്ഥാനമുള്ള ഘടകകക്ഷിയാണ്. അപ്പൊ അത് പോയാലും വന്നാലും മുന്നണിക്ക് ഭരണത്തിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. ശരി, എന്തായാലും ഭരണത്തിന് മുന്നണിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഒരു മുന്നണിയിൽ ഒരു മന്ത്രി, 2 MLA-മാരുണ്ട് അവർക്ക്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോയാൽ ജയ ആണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ മന്ത്രിമാറ്റ ചർച്ചയും അതിന്റെ അനന്തരഫലങ്ങളെയും ഒക്കെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. കിരൺ, ഇത് ഇങ്ങനെ എപ്പോഴേ ഇങ്ങനെ പിടിച്ച് പുറത്തു കളയേണ്ടുന്ന സമയം കഴിഞ്ഞു. എന്ത് പറ്റി? ഇങ്ങനെ ഒരു മന്ത്രിയാണോ? ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാളെ ഇത്രയും നാള് നമ്മൾ മന്ത്രിസഭയിൽ ഇരുത്തിയത് തന്നെ നമ്മുടെ കഴിവുകേടാ. അയാളെ എപ്പോഴേ പിടിച്ചു കളയണം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആന ചവിട്ടി കൊന്ന്. ഞങ്ങൾ പഠിച്ചിട്ട് പറയാം. ഇയാളെന്താ PG-ക്ക് എങ്ങാണ്ട് പഠിക്കുവാന്ന്? അയാൾ പഠിച്ചിട്ട് പറഞ്ഞ ഒരഭിപ്രായം നമ്മൾ കേൾക്കുന്നില്ലല്ലോ. പിന്നെ നാടകത്തിലും സിനിമയിലേക്കും അഭിനയിക്കുന്ന പോലെ ഒരു ദുഃഖപുത്രന്റെ ഭാവത്തിലാ പുള്ളി എപ്പോഴും TV-യിൽ വരുന്നത്. അങ്ങനെയുള്ള ആളൊന്നും ഭരണത്തിന് ചേരേണ്ട ആളല്ല കിരണേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ഷാർപ്പാണ്. PG-ക്ക് പഠിക്കുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ നിരന്തരം ഇങ്ങനെ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ മന്ത്രിമാർ കൂടി ഓർക്കണം. ജനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ ആ നാട്ടിലുണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, സെബാസ്റ്റ്യനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സെബാസ്റ്റ്യൻ, താങ്കൾ എങ്ങനെയാണ് ഈ തർക്കത്തെ കാണുന്നത്? പൊതുവില് എല്ലാവർക്കും അധികാര കൊതിയണം, എല്ലാവർക്കും മന്ത്രിയാവണം. 141 മന്ത്രിമാരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാം? ഇതിന്റെ പ്രധാന പ്രശ്നം നമ്മുടെ ഈ വേദി പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്. അതിന് നമ്മളൊരു കാര്യം, ഞാൻ ഈ വിഷയമല്ല എന്തിനും പറയണം, നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇല്ല, നമ്മൾ ആരും ചർച്ചയുണ്ടായിരുന്നില്ല. അമേരിക്കയുടെ 7th ഫ്ലൈറ്റ് എന്നുള്ള ഒരു കപ്പലല്ല, ഒരു വ്യൂഹമാണ് സൈന്യം. അന്ന് ഈ സോവിയറ്റ് യൂണിയൻ, എന്നിട്ട് നമ്മൾ രക്ഷിച്ച സോവിയറ്റ് യൂണിയനിന്റെ കമ്മ്യൂണിസം നടന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വികാരം അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ വരെ വികാരം. അതാണ് ആദ്യം മാറ്റേണ്ടത്. നിങ്ങൾ കേരളം നോക്കൂ, കേരളത്തിൽ 1000 രൂപ കൂലി കിട്ടുന്നുണ്ട്. പുറത്ത് അത്രയും കൂലിക്കാരന് മാനുവൽ ലേബറുടെ കൂലി എല്ലാ കാര്യങ്ങളും കേരളം മുകളിലല്ലേ? BJP സർക്കാർ വരെ 1ാം സ്ഥാനം നമുക്ക് തരുന്നില്ലേ? നല്ല കാര്യങ്ങളും നോക്കട്ടെ ആൾക്കാരെ. നമ്മൾ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതിപ്പോൾ നല്ലയോ ചീത്തയോ ഒന്നും നല്ല വിഷയം, ഒരു രാഷ്ട്രീയ തർക്കമാണ്. എന്തായാലും നമുക്ക് ഈ ന്യൂസ് 18 പൊതുവേൽ ഈ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ ഗോപകുമാറാണ് നോർത്ത് പരവൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ഗോപകുമാർ, ഈ NCP ഇപ്പോൾ അവരുടെ മന്ത്രിയെ മാറ്റി AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് അവരുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒക്കെ ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. പ്രകാശ് കാരാട്ടിനെ അടക്കം കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടും ആ കാര്യം നടക്കുന്ന മട്ടും കാണുന്നില്ല. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഗുഡ് ഈവനിങ് മിസ്റ്റർ. ആദ്യം ഞാൻ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. താങ്കളുടെ ഒരു അവതരണത്തിനെയാണ് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നല്ല രസകരമായിട്ട് നമുക്ക് എല്ലാവർക്കും അട്രാക്റ്റീവ്. ഞാൻ വലിയ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് രാഷ്ട്രീയമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷെ ഇതിൽ പറയുന്നത് താങ്കളുടെ അവതരണം നല്ലതാണ്. അതോടുകൂടി തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പൊളിറ്റിക്സ് ഒരു കാര്യമില്ല. ഇപ്പം നേരത്തെ ഒരു ലേഡി പറഞ്ഞതുപോലെ നമ്മളൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റാത്ത എന്തിനാ മന്ത്രിമാര് നമുക്ക് വനത്തെ പറ്റി അറിയാത്ത ആളെ കൊണ്ട് വനം മന്ത്രിയാക്കുന്നു? ഇതിൽ ഒരു കാര്യമില്ല. നമ്മുടെ ആൾക്കാർക്ക് സേഫ് ഗാർഡ് ചെയ്യുന്ന കുറച്ച് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരായിട്ട് എപ്പോഴും നമുക്ക് മിനിസ്ട്രി ലെവലിലും പോസ്റ്റ് ചെയ്താൽ നമ്മുടെ നാട് നന്നാവും. അല്ലാത്തടത്തോളം കാലം നമ്മളൊക്കെ തന്നെ ഇങ്ങനെ സഫർ ചെയ്ത് നമ്മൾ ലേമനൊക്കെ ഇത് തന്നെ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് എനിവേ ഞാനത് വിളിക്കാൻ ഞാൻ കുറെ നാളെ വിളിക്കുന്നു. താങ്കളോട് സംസാരിക്കണം തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഞങ്ങള് നിശ്ചിതമായിട്ട് നമ്മുടെ എന്തെങ്കിലും ചീത്ത പറയുമ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. അത് നല്ലൊരു പത്രപ്രവർത്തന്റെ ഇതാണ്. താങ്കൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇതിനെപ്പറ്റി കമന്റ് ഇത്രേ ഉള്ളൂ. ഇതൊന്നും അറിയിക്കേണ്ടത് അറിയിക്കുക. അങ്ങനെ ഏത് മന്ത്രിയായാലും ആ മന്ത്രിക്ക് ആ വിഷയത്തിൽ അദ്ദേഹം ഭരിക്കുന്ന അത്യാവശ്യം ധാരണ വേണം. നല്ല ധാരണ തന്നെ വേണം. എനിക്ക് പിണറായിയുടെ അടുപ്പമുള്ള ആളൊന്നും അല്ല, പക്ഷെ അതൊന്നും പറയട്ടില്ല. ഇതൊക്കെ വെറും ഒരു ടഗ് ഓഫ് വാർ അങ്ങോട്ടും ഇങ്ങോട്ടും. ശരി, നമുക്ക് മറ്റു പ്രശ്നമാണ്. ഉദയം പേരൂരിൽ നിന്നും ശ്രീ രത്നൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിലെ കീഴ്വഴക്കങ്ങളും രീതികളും ഒക്കെ ഉണ്ട്, പക്ഷേ ആ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ NCPയുടെ മന്ത്രിമാറ്റ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, പിണറായി വിജയൻ എന്നുള്ള നിലയ്ക്ക് വിളിക്കുന്ന പ്രേക്ഷകർക്ക് പിണറായി വിജയനെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ, സതീശനെ പറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിണറായി വിജയനെ പറ്റി തന്നെ പറയും. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഈ NCP ശശീന്ദ്രന് മുഖ്യമന്ത്രി മന്ത്രി സ്ഥാനം കൊടുക്കാൻ പറഞ്ഞപ്പോ ഞങ്ങള് ഒരിക്കലും ഇയാളെ മാറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ കൊടുത്തത്. ഏത് ഘടകകക്ഷിയാണ് അവർക്ക് എപ്പോ വേണമെങ്കിലും അവരുടെ MLA വരണമെങ്കിൽ അവർക്ക് ആളെ ചേഞ്ച് ചെയ്യാം. ഇതേ പരിപാടി ജോസ് കെ മാണിയോടോ CPIയോടോ കാണിക്കുമോ ഈ പിണറായി വിജയൻ കാണിക്കുമോ? ഈ വനം മന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ കയറി എന്ത് കൊള്ളമാണോ നടത്താനായിട്ട് ഇദ്ദേഹം കണ്ണു അടച്ച് പൂച്ചയെ പോലെ ഇരുന്നു കൊടുക്കും. അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഇത് കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. മുട്ടിൽ വനമുറി ഇതെല്ലാം പിണറായി വിജയനാണ് ഒതുക്കി തീർത്തത്. അതുകൊണ്ട് അദ്ദേഹം ഇതേ ചെയ്യുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ, അവരുടേതായ രാഷ്ട്രീയം, അതനുസരിച്ച് അഭിപ്രായങ്ങൾ മാറുകയും ഒക്കെ ചെയ്യും. അത് സ്വാഭാവികം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, ശംസുദ്ദീനാണ് തൊടുപുഴയിൽ നിന്ന്. ശ്രീ ശംസുദ്ദീൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഞാനിത് ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ചാനൽ ഇപ്പൊ ഞാൻ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പൊ താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി ഈ അഭിപ്രായം പറയാൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ആധികാരികമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി NCPയുടെ മന്ത്രിയാണെന്ന് പറയരുത്. അദ്ദേഹം NCP-Sന്റെ മന്ത്രിയാണ്. അത് നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിഷയങ്ങളല്ലേ? പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല സാർ. അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനും എല്ലാം അംഗീകരിച്ചിട്ടുള്ളത് NCP എന്ന് പറയുന്ന പാർട്ടി മഹാരാഷ്ട്രയുടെ നേതൃത്വം കൊണ്ട് അജിത് പവാറിന്റെ പക്ഷക്കാരനായ പാർട്ടിക്കാരനാണോ അതോ ശരത് പവാർ പക്ഷക്കാരനാണോ? യഥാർത്ഥ NCP, അതായത് അജിത് പവാർ NCP എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. അത് NCP എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് ഇപ്പോൾ അവകാശമുള്ളത് അജിത് പവാറാണ്. അപ്പൊ താങ്കൾ അജിത് പവാർ പക്ഷ NCP-കാരനാണ്. അതെ. അപ്പൊ താങ്കളുടെ പാർട്ടിക്കാരനല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന, താങ്കളുടെ പാർട്ടി ഇതിന്റെ LDFന്റെ ഭാഗവുമല്ല, താങ്കളുടെ പാർട്ടിക്കാരനല്ല ഈ പറയുന്ന ശശീന്ദ്രനും ഈ തോമസ് കെ തോമസും. സാർ, ആ പറഞ്ഞതിൻ്റെ അകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടി NCP എന്ന പാർട്ടിയാണ് LDFിൽ നിന്നുകൊണ്ട് മത്സരിച്ചത്. ഇവിടെ ശശീന്ദ്രനും തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള ആളുകള് മത്സരിച്ച് ജയിച്ചത് NCP എന്ന് പറയുന്ന പാർട്ടിയുടെ ക്ലോക്ക് ചിഹ്നത്തിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്.
അതെ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ NCPയുടെ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ NCP എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് ഇപ്പോഴും LDFിലുള്ളത്. NCPനെ ഞങ്ങൾ LDFിൽ നിന്ന് പുറത്താക്കിയെന്ന് ഇതുവരെ LDFിന്റെ ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അത് പറയാതിരിക്കുമ്പോഴും താങ്കൾക്കെല്ലാം അഭിപ്രായം വളരെ വ്യക്തമല്ലേ? കേരളത്തിലെ NCP എന്ന് പറയുന്നത് അത് ശരത് പവാർ പക്ഷേ NCP ആണ്, SHS ആണ്, NCP SHS തന്നെയാണ്. അവർക്ക് ആ നിലപാട് തന്നെയാണ് ഉള്ളത്. അല്ലാതെ അജിത് പവാർ പക്ഷേ NCP അല്ലല്ലോ. അജിത് പവാർ പക്ഷേ NCPയെ നമ്മൾ LDFിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ നിലവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് BJPയുടെ കൂടെ നിൽക്കുന്ന അജിത് പവാർ പക്ഷത്തെ LDFിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്? NCP BJPയുടെ ഒപ്പം നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ലല്ലോ. ഇതിക്ക് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്ന് സാറ് ശ്രദ്ധിച്ചു നോക്കി. ശരത് പവാർ പക്ഷവും അജിത് പവാർ പക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ടിരുന്ന സമയത്തും ഈ രണ്ട് പാർട്ടികളും മഹാരാഷ്ട്രയിലും കേരളത്തിലും മാത്രം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുകയും ഗോവയിൽ ഉൾപ്പെടെ ഗുജറാത്തിൽ ഉൾപ്പെടെ BJPക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടല്ലോ. അത് പരസ്യ പിന്തുണയും മുന്നണിയുടെ ഭാഗമായിട്ടല്ലല്ലോ NCP ചെയ്തത്. ആര് പറഞ്ഞു? നമ്മുടെ ഇവിടെ ഉഴവൂർ വിജയൻ സാർ ഇവിടെ കേരളത്തില് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം രാവിലെ ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചരണം നടത്തിയിട്ട് ഗോവയിൽ പരസ്യമായി BJPക്ക് വേണ്ടി പ്രചരണം നടത്താൻ പോയിട്ടുള്ള ഒരു അവസരം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടല്ലോ. കേരളത്തെ സംബന്ധിച്ച് NCP അപ്പോൾ താങ്കൾ അന്ന് NCPയുടെ ഭാഗമായിരുന്നല്ലോ, അന്നും ഈ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അന്നും നമ്മൾ NCP ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അങ്ങനെ അന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഇവര് പരസ്പരം മന്ത്രിസ്ഥാനം 2 വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും 2.5 വർഷങ്ങൾ കഴിയുമ്പോൾ തോമസ് കെ തോമസ് ഉറപ്പായിട്ടും മന്ത്രിയാകുമെന്ന് ഒരു ധാരണ ഞങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള NA മമ്മൂട്ടി സാറിന്റെ നേതൃത്വത്തിൽ ശരത് പവാറിന്റെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ്. തോമസ് കെ തോമസിന് 2 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നുള്ള ഒരു ധാരണയ്ക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് NA മമ്മൂട്ടി സാർ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുമാണ്. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് കേരളത്തിലെ ഈ മന്ത്രിമാറ്റ ചർച്ചയെ കാണുന്നത്? എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാനാണുള്ളത്. ശരി, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. കൊച്ചു കേരളത്തിലെ ഇത്രയധികം പ്രശ്നങ്ങളും ഫൈനാൻഷ്യൽ പ്രോബ്ലവും ഈ ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇതിന് മാത്രം മന്ത്രിമാരെ നമുക്കെന്തിനാ? ഈ മൃഗങ്ങൾ 10-23 ആൾക്കാരെ ഈ കഴിഞ്ഞ കാലത്ത് തന്നെ മൃഗങ്ങൾ ആക്രമിച്ചു വന്നിരിക്കുന്നു. ഈ മന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം? ട്രാൻസ്പോർട്ട് ശമ്പളം കൊടുക്കാൻ പോലും പറ്റില്ല, നടുവൊടിഞ്ഞു കിടക്കുന്ന ഒരു പ്രസ്ഥാനം. അതിനെന്തിനാ ഒരു മന്ത്രി? എന്തിനാ? ഇതിന്റെയൊക്കെ ഭാരം ഈ കേരളത്തിലെ ജനങ്ങളല്ലേ വഹിക്കുന്നത്. അതുകൊണ്ട് ഈ മന്ത്രിമാരുടെ എണ്ണം പകുതിയായിട്ടെങ്കിലും കുറയ്ക്കണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ക്രിയാത്മകമായ ഒരു നിർദ്ദേശം തന്നെയാണ്. മുമ്പ് അങ്ങനെയൊക്കെയുള്ള 14 മന്ത്രിമാർ മതി എന്ന തരത്തിലേക്കുള്ള വലിയ ചർച്ചകളും ഒക്കെ വന്നതാണ്. പക്ഷെ പിന്നീട് അതൊന്നും നടന്നില്ല എന്നുള്ളത്. പരമാവധി മന്ത്രിമാരെ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് കേരളവും മുന്നോട്ട് പോകുന്നത്. ശരി, നമുക്ക് ശ്രീ രാമകൃഷ്ണനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാമകൃഷ്ണൻ, ഈ NCPയിലെ മന്ത്രിമാറ്റ തർക്കം താങ്കൾ അറിയുന്നുണ്ടല്ലോ, എന്താണ് താങ്കൾക്ക് അതിലെ അഭിപ്രായം? പറഞ്ഞോളൂ. എനിക്ക് NCP മന്ത്രിയെ തീരുമാനത്തിനെ കുറിച്ചല്ല, പൊതുവേദി ആയതുകൊണ്ട് മറ്റൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയം എടുത്താൽ ആ വിഷയത്തിൽ അഭിപ്രായം പറയുക. നാട്ടിൽ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ കാണും, എല്ലാം ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കും. അതെല്ലാം നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. അല്ല സാർ, ഇത് നാട്ടിലല്ല, നമ്മുടെ മന്ത്രിസഭയെ കുറിച്ച് തന്നെ പറയാനുള്ളത്. വളരെ ചുരുക്കമാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടി വരും. ചുരുക്കം പറയാം. നമ്മളെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലേ ഒരു SC മന്ത്രി ഇല്ല സാർ, അതിനെ കുറിച്ച് എന്താ സാർ ഒരു ചർച്ച വെക്കാത്തത്? എന്താണ്? കേട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഒരു SC മന്ത്രി ഇല്ലല്ലോ, അതിനെ കുറിച്ച് ഒരു ചർച്ച വെക്കാൻ എന്താ പറയാ? ഒരു ST മന്ത്രി ഉണ്ട്, പക്ഷെ നമ്മുടെ വിഭാഗത്തിൽ നിന്ന് അത് 2ആണ്. പക്ഷേ ST വിഭാഗത്തിന് കൂടി മന്ത്രിസ്ഥാനം പലപ്പോഴും കിട്ടാറില്ല. ഒരിക്കൽ മാത്രമാണ് ഇതിനു മുമ്പ് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുള്ളത്. അത് UDF മന്ത്രിസഭ ഇരുന്നപ്പോഴാണ്. LDF മന്ത്രിസഭയിൽ ഇപ്പോൾ ST വിഭാഗത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു. അത് അങ്ങനെ അത് മാത്രം നോക്കിയായിരിക്കില്ലല്ലോ. അല്ല സാറേ, ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി മുസ്ലിങ്ങൾ ഇടപെടലോ അവർക്ക് പ്രത്യേകം ഉണ്ടെന്ന് പറയാം മന്ത്രിസഭ മന്ത്രിമാര്. അങ്ങനെ വെച്ചും അല്ലല്ലോ മന്ത്രിസ്ഥാനം എല്ലാം വരുന്നത്. പിന്നെങ്ങനെയാ സാറേ, ഈ രാജ്യത്ത് രാഷ്ട്രീയം നോക്കിയാണോ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്? എന്തായാലും തൽക്കാലം ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം തന്നെ അത്തരത്തിൽ രാഷ്ട്രീയമായി നിൽക്കുന്നതല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കോട്ടയിൽ പെട്ടെന്ന് കയറി മന്ത്രിയായ എല്ലാം സമുദായ കോട്ടയം സാറേ. സാറൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ, 20 മന്ത്രിമാരുടെ എല്ലാ സമുദായ കോട്ട തന്നെ. അതെങ്ങനെയാണ്? അല്ല, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ശ്രീ രാമകൃഷ്ണൻ. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പരിഗണനകളൊക്കെ നോക്കാറൊക്കെ ഉണ്ട് എല്ലാ മുന്നണികളും, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ പൊതുവെ നിൽക്കുന്നതിൽ നിന്ന് അങ്ങനെ ജാതിയുടെ മാത്രം കോട്ട വെച്ചല്ല ബഹുഭൂരിഷം പേര് മന്ത്രിമാരായതെന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അല്ല,
ആദ്യമല്ല ഞാൻ പറഞ്ഞത് ഒരു എസ് പി മന്ത്രി ആവേണ്ടതാണ്. അതും അങ്ങനെ ഒരു മന്ത്രി കൂടി വേണ്ടത് സ്വാഭാവികമായും എല്ലാ കാലത്തും കേരളത്തിൽ അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായും ചർച്ചയിലും തെരഞ്ഞെടുപ്പിലും ഒക്കെ വരുന്ന വിഷയം തന്നെയാണ് താങ്കൾ പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ എങ്ങനെയാണ് ഈ NCP വിഷയത്തെ കാണുന്നത്? ഞാൻ കാണുന്നത് NCP വിഷയമായിട്ടല്ല. ഈ മന്ത്രിസഭയിലെ ഈ മന്ത്രി ഇരുന്നെങ്കിൽ ഈ സർക്കാരിന് മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് വെള്ളം കുടിക്കാൻ കാശ് ഒപ്പിച്ചു കൊടുക്കാനൊക്കത്തുള്ളൂ. എത്രത്തോളം ഗതികേട്ടിലാണോ NCP? അല്ല, NCP എന്നുള്ള ആകെ രാജ്യത്ത് അവർക്ക് ഇപ്പോൾ ഒരു മന്ത്രിയേ ഉള്ളൂ. അത് കേരളത്തിലാണ്. ശരിയാണ്. ഇപ്പൊ ഇരിക്കുന്ന ശശീന്ദ്രൻ മന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് വെള്ളം കുടിക്കാൻ കാശ് കിട്ടാതെ വരും. NCP അങ്ങനെ അങ്ങ് തീരെ അവർക്കിപ്പോ മന്ത്രിയൊന്നും ഇല്ല. അവരിപ്പോൾ ഇത്തിരി പരാജയപ്പെട്ട് ദുർബലമായി പോയെന്ന് കരുതി അവരങ്ങനെ അത്ര മോശപ്പെട്ട ഒരു പാർട്ടിയൊന്നുമല്ല. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പാർട്ടിയൊക്കെ മനസ്സിലായി. താങ്കൾ പറയാൻ മനസ്സിലായി. അങ്ങനെ ഒരു സാമ്പത്തിക ദാരിദ്ര്യാവസ്ഥയൊന്നും ഉണ്ടാവേണ്ട പാർട്ടിയല്ല. വിദർഭ മേഖലയിലൊക്കെ വലിയ സ്വാധീനമൊക്കെ ഉള്ള വനത്തിലുള്ള മരം മുഴുവൻ ഈ മന്ത്രിസഭയിൽ മുറിച്ചിട്ട് പോയേ. ഈ മന്ത്രി മുറിച്ചോണ്ട് പോയേ. അങ്ങനെ മരം മുറി. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ഘടകകക്ഷിക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ അവർ നിശ്ചയിക്കുന്ന ആളെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ആ മന്ത്രിയെ സംബന്ധിച്ച് വ്യക്തിപരമായി മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടിക്കോ ആരാണോ നയിക്കുന്ന ആ പാർട്ടിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്തരം മറിച്ച് തീരുമാനങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീ സുകുമാരൻ, കേൾക്കാമോ? ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? മ്യൂട്ട് ചെയ്തിട്ട് ഇനി പറഞ്ഞോളൂ. സാറേ, ഇതെല്ലാം വെറും നാടകമാണ്. നാടകം. സാറേ, ഇതൊരു വെറും നാടകമാണ്. ഇത് പിണറായി വിജയനൊന്നും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. വെറും നാടകം, അധികാരമോഹമാണ് ഇതിന്റെ. ശരി ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശരി, സുലോചനയാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീമതി സുലോചന, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ കാണുന്നത് ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന് ഈ മറ്റ് പാർട്ടികളെല്ലാരും കൂടെ ഭരിക്കാനും സമ്മതിക്കണില്ല. ഞെക്കി പിരിഞ്ഞ് അവരെ കൊല്ലണു. അത് തന്നെയുമല്ല, ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു മന്ത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേരും ഒരു വ്യക്തിയാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അങ്ങേരുടെ കൂടെ കൂടുന്നതാണ്. ആ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കുട്ടമ്പുഴ കോതമംഗലത്തും ഒക്കെ നടക്കുന്ന പ്രശ്നം വെറുതെ നടത്തണമല്ലേ? പണച്ചെലവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടമ്പുഴ എന്റെ നാടാ. അവിടെ പണ്ടേ ഈ വന്യജീവികൾ ഇറങ്ങുന്ന പ്രശ്നമൊക്കെ ഉള്ളതാണോ? അതെ, ആനയൊന്നും അവിടെ ഇറങ്ങാറില്ലായിരുന്നു. ഇപ്പൊ എല്ലായിടവും വെട്ടിച്ചെലിപ്പിച്ചു. സകല കൂപ്പുകളും വെട്ടിച്ചെലിപ്പിച്ച്, വനം മുഴുവൻ വെട്ടിച്ചെലിപ്പിച്ച്. ആരുടെ ഭരണകാലത്താ? കെ കരുണാകരന്റെ ഭരണകാലത്ത്. ഇപ്പൊ ഈ സർക്കാർ ഈ ആനകളും ജീവികളും ഇറങ്ങി വല്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും? ശരി, വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ശ്രീമതി സുലോചന സൂചിപ്പിച്ചത്. കാട് വെട്ടിത്തെളിക്കുമ്പോൾ ഓർക്കണം, ഈ നാളെ ഈ ജീവികളൊക്കെ ചിലപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുമെന്നുള്ളത് കൂടി. അതുകൂടി ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന വിഷയത്തിൽ പറയേണ്ടത് തന്നെയാണ്. എന്തായാലും NCP വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. രാഷ്ട്രീയമായ വിഷയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികവുമാണ്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.